നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൈകാലിൽ തരിപ്പ് മരവിപ്പുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. നിങ്ങൾ ഏതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിക്കവറി ഉണ്ടാവുമെന്നുള്ളതാണ്. അതായത് ഉപയോഗിക്കേണ്ട ആയുർവേദ തൈലങ്ങളും കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളും മെയിൻലി നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൈകാൽ തരിപ്പ് മരപ്പ് വരുമ്പോൾ അത് ഒരു കാരണമായിരിക്കില്ല, അല്ലെ ഒരു അസുഖമായിരിക്കില്ല. മെയിൻലി നെർവിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും, ഞരമ്പുകളുടെ. അതായത് നെർവ് കംപ്രഷൻ വരികയും അതുപോലെ നെർവ് ഡാമേജ് സംഭവിക്കുകയോ പെരിഫറൽ ന്യൂറോപ്പതിയോ അതുപോലെ ചില വിറ്റാമിൻ്റെ കുറവ് മൂലമോ ചില മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് മൂലമോ കൂടുതലായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുകയും കൂടുതലായിട്ട് സ്മോക്കിംഗ് പ്രത്യേകിച്ച് പുകവലിക്കുന്ന ആൾക്കാരിലും രക്തഓട്ടം കുറയുന്ന വിവിധതരം രോഗങ്ങളിലും മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിലും വെരിക്കോസ് വെയിനിലൊക്കെയാണ് ഈ പറഞ്ഞ പ്രോബ്ലങ്ങൾ നമുക്ക് കാണുന്നത്. ഇപ്പോൾ ടെന്നീസ് എൽബോ പോലത്തെ അസുഖങ്ങളിലൊക്കെ ഒത്തിരി അസുഖങ്ങളിൽ കയ്യിലും കാലുകളിലും ഒക്കെ നമുക്ക് തരിപ്പ് മരപ്പ് കാണും. എക്സാക്ട്ലി ആ ഒരു അസുഖത്തിന് വേണ്ടി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. അത് കണ്ടുപിടിച്ച് അത് നിങ്ങളിൽ പലരും ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലർ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും തരിപ്പ് മരപ്പൊക്കെ വന്നു കഴിയുമ്പോൾ അത് അവഗണിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് താൽക്കാലിക നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തരിപ്പോ മരപ്പോ ഒക്കെയാണ് കാലുകൾക്കും മരവിപ്പൊക്കെ തുടങ്ങിയെങ്കിൽ തീർച്ചയായിട്ടും കോമൺ ആയിട്ടുള്ള ഏതൊക്കെ ആയുർവേദ ഓയിൽസ് ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പറയാം. മുറിവെണ്ണ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തടവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും കൈകളിലും കാലുകളിലും തടവിയിട്ട് നമ്മൾ മുകളിലോട്ട് തടവുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു മണിക്കൂർ എണ്ണ അവിടെ ഇരുന്ന ശേഷം പിന്നെ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാവുന്നതാണ്. ധന്വന്തരം തൈലം നിങ്ങൾക്ക് ഈ ഒരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം. മഹാനാരായണ തൈലം നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വെറും നല്ലെണ്ണ വളരെ ബെസ്റ്റാണ് ഇതിന് കേട്ടോ. തരിപ്പ് മരപ്പൊക്കെ തുടങ്ങുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഞരമ്പുകളുടെ ബലം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ലെണ്ണ വളരെ ബെസ്റ്റാണ്. ക്ഷീരബല തൈലവും നല്ലതാണ്. ഇതൊക്കെ കോമൺ ആയിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലുള്ള തൈലങ്ങളും ആൾക്കാർ ഉപയോഗിക്കുന്നതുമാണ്. പക്ഷേ ഈ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മെഡിസിൻ അകത്ത് കഴിക്കുന്നവരോ ഹോമിയോ മെഡിസിനോ ആയുർവേദ മെഡിസിനോ എന്ത് അകത്ത് കഴിക്കുന്ന ആൾക്കാർക്കും തീർച്ചയായിട്ടും പുറമെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഗുണം കൂടും എന്നുള്ളതാണ്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഉള്ളിലേക്ക് ഈ നെർവ് ഫങ്ഷൻ ഇംപ്രൂവ്മെൻറ്റിനും സർക്കുലേഷൻ കൂടാനും ബ്ലഡിൻ്റെ രക്തയോട്ടം കൂടാൻ വേണ്ടിയിട്ടും നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളും കൂടെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അതിൽ മുട്ട വളരെ പ്രധാനമാണ്, പാല് പ്രധാനമാണ്, മോര് കഴിക്കണം. നട്ട്സിൽ ബദാമും സൺഫ്ലവർ സൂര്യകാന്തിയുടെ കുരു ആ സീഡും കഴിക്കുവാണെങ്കിൽ ഗുണപ്രദമാണ്. പേരയ്ക്കും മാതള നാരങ്ങയും അവക്കാഡോയും ഫ്രൂട്ട്സിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുരിങ്ങയില ചായമൻസയുടെ ഇല അത് രണ്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ ഇത്രയും ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാൽ മാത്രം പോരാ, വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. വളരെ ഡീപ്പായിട്ട് പൊരിച്ച മീൻ പൊരിച്ച ഇറച്ചിയൊക്കെ കഴിക്കുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ചായ കാപ്പി ഒരു കപ്പിൽ കൂടുതലാണ് ദിവസവും കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനോ അല്ലെങ്കിൽ നെർവ് ഡാമേജിനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള റിക്കവറി, ഉള്ളിലേക്കുള്ള മെഡിസിൻ്റെ കൂടെ തന്നെ പുറമേയുള്ള ഓയിലിൻ്റെ ആപ്ലിക്കേഷനും ഈ ഭക്ഷണ പദാർത്ഥങ്ങളും കൂടെയൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും വളരെ ആശ്വാസം കിട്ടുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.